വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ എയിൽസ്ബറിയിൽ ഒരു കാർ വാഷിംഗ് ഫെസിലിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് കാർ കഴുകുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. അങ്ങനെ ഞാൻ റെഡി ആയി ഗായ്സ്. ഇനി നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോകാം, എന്നിട്ട് കാർ വാഷിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലാം. നമ്മൾ കാർ വാഷിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൊതുവേ 3 ടൈപ്പ് കാർ വാഷ് ഫെസിലിറ്റീസ് ആണുള്ളത്. ഒന്ന് നമുക്ക് ആളുകൾ കഴുകി തരും, പിന്നെ മെഷീൻ വെച്ചിട്ട് നമ്മൾ കാർ കഴുകുന്നത്, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇതിൻ്റെ ഒരു യൂണിറ്റിൽ ചെന്നിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്തിട്ട് കാർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ സ്വന്തമായിട്ട് കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്താണ്. ഇത് സെയിൻസ്ബറിയുടെ ആണല്ലേ? സെയിൻസ്ബറിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ കാർ ഇന്ന് വാഷ് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ കാർ വാഷ് ഫെസിലിറ്റി ഉള്ളത്. അതാകുമ്പം കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണോ കഴുകാൻ തോന്നുന്നത് അപ്പോൾ പോയി കഴുകാം. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ അതിൻ്റെ അവേഴ്സ് ഓക്കെ ആയിരിക്കില്ലേ അല്ലേ? ഓപ്പണിംഗ് അവേഴ്സ് ഓക്കെ ആയിരിക്കും. ഇനി അവിടുത്തെ മെഷീനും കൂടെ വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ യെസ് ആരോ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ക്യൂവിൽ നിൽക്കാം. അവർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കാർ വാഷ് ഫെസിലിറ്റിയിലെത്തി. പക്ഷേ നമ്മൾ ക്യൂവിലാണ്. ഇവിടെ വേറൊരാൾ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ടേൺ വരുമ്പോൾ നമുക്ക് പോയി വാഷ് ചെയ്യാം. കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് ഞങ്ങളുടെ അത്യാവശ്യം വെയിലുണ്ട്. കുറച്ച് വെയിലുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തും കുറച്ച് വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാർ വാഷ് ചെയ്യുമ്പോൾ കാണാം ഗൈസ്. നമ്മുടെ ടേണായി. നമ്മളതേ കാർ വാഷ് ഫെസിലിറ്റീനകത്തേക്ക് കാർ കയറ്റുവാണ്. ഇതേ നമ്മുടെ കാറിൽ അത്യാവശ്യം ചളിയൊക്കെ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ കാർ വാഷ് ചെയ്യുന്ന മെഷീൻ. ഇതിനകത്ത് നമ്മൾ ഇവിടെ 4 മിനിറ്റാണ് നമുക്ക് വാഷ് ടൈം എങ്കിൽ നമ്മൾ 2 പൗണ്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ അറിയാണ്ട് അവിടെ ഞെക്കി. ഓക്കെ, ട്രാൻസാക്ഷൻ ക്യാൻസൽഡ്. സോ 2 പൗണ്ടിൻ്റെ ഉണ്ട്. 8 മിനിറ്റ്സ് വേണമെങ്കിൽ 4 പൗണ്ട്, 12 മിനിറ്റ്സ് ആണെങ്കിൽ 6 പൗണ്ട്. നമ്മൾ ഏതാ എടുക്കുന്നത്? നമുക്ക് 12 മിനിറ്റ്സ് എടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ ബട്ടൺസ് പ്രസ് ചെയ്തിട്ട് 1 2 3 4 5 ഈ ഒരു ഓർഡറിൽ ഓരോ സാധനം പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ കാർ വാഷ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വീൽ വാഷാണ് എടുക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പൈപ്പാണ്. അത് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മൾ വീൽ വാഷിന് എടുക്കുന്നത്. പിന്നെ സ്നോ ഫോം ഇത്, പിന്നെ ഹോട്ട് ഫോം ബ്രഷ് ഇതാണ് റെഡ് കളറുള്ള. ആൻഡ് പവർ റിൻസ് സെയിം നമ്മൾ ഇത് തന്നെ, പക്ഷെ പ്രോഗ്രാം മാറ്റി കൊടുക്കും. പിന്നെ ഫോം വാഷ് സെയിം തന്നെ, പ്രോഗ്രാം വേറെ ആക്കി കൊടുക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് വീൽ വാഷ് ആണ്. അപ്പം ഞാൻ 1 ഞെക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗിവൺ ടൈമിൽ ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ടൈം റൺ ഔട്ട് ആവും. ആൻഡ് നമ്മൾ പിന്നെയും പൈസ പേ ചെയ്യേണ്ടി വരും. ഇത് സ്നോ ഫോം ആണ്. നല്ല വെതറാണ് ഇവിടെ, വെയിലൊക്കെ ഉണ്ട് നന്നായിട്ട്, അധികം തണുപ്പൊന്നുമില്ല. ഇതൊക്കെ ഇനി വെട്ടിത്തിളങ്ങുമോ അർജിത്ത്? ലാസ്റ്റ് പോളിഷ് വാഷും കൂടെ ഉണ്ട്.
ഇതിനകത്ത് അപ്പം നമുക്ക് ഇനി എത്ര മിനിറ്റും കൂടെ ബാക്കിയുണ്ടെന്ന് കാണിക്കും. 2 minutes 38 സെക്കൻഡ്സും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായി. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി. പവർ വാഷിലാണ്. ടൈം കഴിഞ്ഞു ഗൈസ്. I don't know how he's still using it. അങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി തുടയ്ക്കാം. ഇതെന്താ? ഇത് ഡ്രൈ വാഷ്. വെള്ളമില്ലാതെ ഈ സ്പ്രേ അടിച്ച് വാഷ് ചെയ്യും. അപ്പൊ ഞാൻ കടയിൽ നിന്ന് വാഷ് ചെയ്താലും വീട്ടിലെത്തുമ്പോൾ ചെറുതായിട്ട് പൊടിയും ഇതൊക്കെ പിടിക്കും. ഇത് വെച്ച് ഒന്നോടെയും വാഷ് ചെയ്യും. അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ചില സ്ഥലത്ത് സ്പോട്ടുകൾ കാണുക. ഇത് വെച്ച് വാഷ് ചെയ്യും. അങ്ങനെ നമ്മൾ കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കാർ വാഷിൻ്റെ കാര്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.